Next question, use Dijkstra's algorithm to find the shortest path between V1 and V5. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് വന്നിട്ടുണ്ട്. അതിനകത്ത് V1, V2, ഇവിടെ V3, V4, V5 ആൻഡ് V6 6 വെർട്ടീസും ഉണ്ട്, പിന്നെ കുറേ എഡ്ജസും ഉണ്ട്. നമുക്ക് V1 ടു V5ൻ്റെ ഷോർട്ടസ്റ്റ് പാത്താണ് കണ്ടുപിടിക്കേണ്ടത് യൂസിങ് Dijkstra's algorithm. Dijkstra's algorithm ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നമുക്ക് എക്സാമ്പിൾ വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വിസിറ്റഡ് നോഡിന് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനിഷ്യലി ഒന്നും വിസിറ്റഡ് അല്ലാത്തതുകൊണ്ട് അത് എംപ്റ്റി ലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് പാർട്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള നോട്ട്സാണ് ബാക്കിയല്ല. ദാറ്റ് ഈസ് V1, V2, V3, V4, V5 ആൻഡ് V6. ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ നോഡ് വിസിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഈ ലിസ്റ്റ് കൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ടേബിളിൻ്റെ അകത്ത് എല്ലാ നോട്ട്സും ഉണ്ട് നമ്മുടെ കയ്യിൽ. V1, V2 എക്സെട്രാ അപ് ടു V6 വരെ ഉണ്ട്. ഇനി സെക്കൻഡ് ഫീൽഡിൽ കാണുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് ഇനിഷ്യലി നമ്മൾ V1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. V1 V1 ഡിസ്റ്റൻസ് 0. പിന്നെ ബാക്കിയുള്ള നോട്ട്സിലേക്ക്, അതായത് V2, V3, V4, V5, V6ലേക്കുള്ള നോട്ട്സ് നമ്മൾ കറൻ്റ്ലി ഇൻഫിനിറ്റി ആക്കി സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിനേക്കാളും വേറെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ കിട്ടുമ്പോൾ നമ്മൾ വെച്ച് അപ്ഡേറ്റ് ചെയ്തു. ഇനി റൈറ്റ് ലാസ്റ്റ് കോളത്തിലുള്ളത് പ്രീവിയസ് നോഡ്. ഏത് നോഡിൽ നിന്നാണോ നമ്മൾ ഈ പർട്ടിക്കുലർ നോഡിലേക്ക് എത്തുന്നത്, അപ്പോൾ അതാണ് പ്രീവിയസ് നോഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ V1 എന്നാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് നോഡ്. അപ്പോൾ V1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ V1 നമ്മൾ നോക്കുന്നത് എന്താണ്, നമുക്ക് ഏതെല്ലാം ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഏതെല്ലാം നോട്ട്സിലേക്ക് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ V1 രണ്ട് നെയ്ബേഴ്സ് ആണുള്ളത്, ഒന്ന് V2 ഒന്ന് V3. V2യിലുള്ള വെയിറ്റ് 18 ആണ്, V3യിലെ വെയിറ്റ് 15 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ V2ൻ്റെ അവിടെ 18 എന്ന് പറഞ്ഞ വെയിറ്റും V3യിലേക്ക് 15 എന്ന് പറഞ്ഞ വെയിറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ V2യിലേക്കും V3യിലേക്കും വന്നത് ഏത് നോഡിലായിരുന്നാലും പ്രീവിയസ് നോഡ് ഏതായിരുന്നു, V1 ആയിരുന്നു. അതുകൊണ്ട് രണ്ട് പേരുടെയും പ്രീവിയസ് നോഡ് V1 ആക്കി സെറ്റ് ചെയ്തു. V1ലെ രണ്ട് നോട്ട്സിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് ടേബിൾ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ V1 നമ്മൾ വിസിറ്റഡ് ആക്കി മാറ്റി. സോ V1 നമ്മൾ വിസിറ്റഡ് ലിസ്റ്റിലേക്ക് കയറ്റി, ബാക്കിയുള്ള എല്ലാം അൺവിസിറ്റഡ് നോട്ട്സ് ആയിട്ട് കീപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഈ ടേബിളിൽ അൺവിസിറ്റഡ് ആയിട്ടുള്ളതിൽ ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് ഉള്ള ആരാണോ അവരെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ആരാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ V3 ആണ് നെക്സ്റ്റ് വെയിറ്റ് കുറവുള്ള ആൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് V3നെ പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് V3. ഇനി V3യുടെ നെയ്ബേഴ്സ് എന്ന് വെച്ചാൽ നമുക്കിവിടെ V2 ഉണ്ട്, V4 ഉണ്ട്, V5 ഉണ്ട്. അപ്പം 3 നോട്ട്സ് നെയ്ബേഴ്സായിട്ട് വരും. ഇനിയിപ്പോൾ ഇവരുടെ എല്ലാം വെയിറ്റ് നമ്മൾ ഈ V3ക്കുള്ള ഇപ്പോൾ കറൻ്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 15 ആണല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് 3 എഡ്ജിലേക്കുള്ള വെയിറ്റിൽ അപ്ഡേഷൻ. V15 + 6, ഇപ്പോൾ ടേബിളിലൂടെ ഓൾറെഡി 15 ഉണ്ടായിരുന്നു. 15 + 6 ചെയ്തു, ഇവിടെ 14 ഓൾറെഡി ഉണ്ടായിരുന്നു, അതിലൂടെ 15 ആഡ് ചെയ്തു, ഇവിടെയും 15 ആഡ് ചെയ്തു. അപ്പോൾ V2യിലേക്കുള്ള കറണ്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 15 + 6 21 ആയിരിക്കും. അപ്പോൾ V2യിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അവിടെയുള്ള ഡിസ്റ്റൻസ് 18 ആണ്. അപ്പോൾ 18 ആണല്ലോ ചെറുത് 21നെക്കാളും, അതുകൊണ്ട് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. V2യിലേക്കുള്ള കറണ്ട് ഡിസ്റ്റൻസ് തന്നെയാണ് ഷോർട്ടസ്റ്റ്, അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കീപ്പ് ചെയ്തു. ഈ നെക്സ്റ്റ് V4 നോക്കുകയാണെങ്കിൽ V4ലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്കിപ്പോൾ കിട്ടിയത് 15 + 14 ദാറ്റ് ഈസ് 29 ആണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി V4ൽ ഇൻഫിനിറ്റിയാണ് കിടന്നത്, അപ്പോൾ നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് 29 ആക്കി മാറ്റി. ഇനി അത് എവിടെ നിന്നാണ് നമ്മൾ V4ലേക്ക് എത്തിയത്, V3യിൽ നിന്നാണ് V4ലേക്ക് എത്തിയത്. സോ ദിസ് ഈസ് ദ പ്രീവിയസ് നോഡ്. എൻ്റെ പ്രീവിയസ് നോഡ് V3 ആക്കി കീപ്പ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ V5 നോക്കുകയാണ്. V5ൽ ഇപ്പോൾ നമുക്ക് വെയിറ്റ് വരിക 15 + 7 ദാറ്റ് ഈസ് 22. ഇപ്പോൾ 7 ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാണ്, ഈ ഇവിടെ നിന്ന് ട്രാവേഴ്സ് ചെയ്ത് വരുമ്പോൾ ഉള്ളതാണ് 15, അതും കൂടെ കൂട്ടിയാണ് 15 + 7 22 കിട്ടുക. അപ്പോൾ ഈ 22 വെച്ച് V5ൻ്റെ കേസിൽ നമ്മളിതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്തു. സോ V5ലേക്കുള്ള ഡിസ്റ്റൻസും 22. ഇനി V5ൻ്റെ പ്രീവിയസ് നോഡ് ഏതായിരുന്നു, ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്, സോ ദാറ്റ് ഈസ് V3. അപ്പോൾ ടേബിൾസിൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, V3യുടെ 3 നെയ്ബേഴ്സ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. സോ നെക്സ്റ്റ് വി ക്യാൻ സെറ്റ് V3 ആസ് വിസിറ്റഡ്. V3 നമ്മൾ വിസിറ്റഡ് നോഡാക്കി മാറ്റി. ഇനി നെക്സ്റ്റ് നമ്മൾ V1, V3 അപ്പം വിസിറ്റഡ് നോഡ് ലിസ്റ്റ് കയറി, ബാക്കിയുള്ള V2, V4, V5, V6 അൺവിസിറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ വീണ്ടും ടേബിളിൽ നോക്കുക, അൺവിസിറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കുറവ് വെയിറ്റ് ഡിസ്റ്റൻസ് ഉള്ള ആരാണ്. അപ്പോൾ V1ൻ്റെയും V3യുടെയും വിസിറ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഉള്ളത് V2, V4 ആൻഡ് V5 ആണ്. അപ്പോൾ അതിൽ ഏറ്റവും കുറവുള്ള ആരാണ് ഡിസ്റ്റൻസ്, V2 ആണ്. സോ നെക്സ്റ്റ് നമ്മൾ V2നെ പ്രോസസ്സ് ചെയ്യുന്നു. V2ന് ഒരൊറ്റ നെയ്ബർ ഉള്ളൂ നമ്മൾ അൺവിസിറ്റഡ് ആയിട്ടുള്ളത്, ദാറ്റ് ഈസ് V4. അപ്പോൾ V2ന് ഇവിടെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു, 18 ആയിരുന്നു. സോ 18 പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 9. 18 + 9 എന്ന് പറയുമ്പോൾ എത്ര, 27 കിട്ടും. അപ്പോൾ V4ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എത്ര, 27. അപ്പോൾ ഓൾറെഡി V4ൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, 29 ആയിരുന്നു. അപ്പോൾ നമുക്ക് 27 അതിനേക്കാളും ചെറുതാണ്, അതുകൊണ്ട് നമുക്കതിനെ അവിടെ അപ്ഡേറ്റ് ചെയ്യാം. 27 വെച്ച് നമ്മളതിനെ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ V4ൽ നേരത്തെ കിടന്ന വാല്യൂ ഡിസ്റ്റൻസ് 29 ആയിരുന്നു, പ്രീവിയസ് നോഡ് V3 ആയിരുന്നു. അപ്പോൾ V3 വഴിയായിരുന്നു V4ലേക്ക് വന്നിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ അപ്ഡേറ്റ് ചെയ്തപ്പോഴത്തേക്കും 27 ആയി, വെയിറ്റ് കുറവുള്ളതുകൊണ്ട് നമ്മൾ കുറവുള്ള വാല്യൂ അതിൽ വെച്ച് വലിയ വാല്യൂവിനെ ഒഴിവാക്കി. പക്ഷേ അത് ഏത് വഴിയാണ് വന്നത്, V2 ആണ് പ്രീവിയസ് നോഡ്. അപ്പോൾ ഇതുവഴിയാണ് വന്നത്, 18 to 18, 9 ഇങ്ങനെയാണ് V4ലേക്ക് എത്തിയത്. സോ V4ൻ്റെ പ്രീവിയസ് നോഡ് നേരത്തെ V3 ആയിരുന്നു, നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എന്താക്കി മാറ്റി, V2 ആക്കി മാറ്റി.
അപ്പോൾ V2ൻ്റെ പ്രോസസ്സിങ്ങും കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളതിനെ വിസിറ്റഡ് ആക്കി മാറ്റി വിസിറ്റഡ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു. V1 V3 V2 നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ബാക്കിയുള്ള V4ഉം V5ഉം V6ഉം ആണ് ഈ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. നെക്സ്റ്റ് നമ്മൾ ടേബിളിൽ നോക്കുക, ഏതാണ് അൺവിസിറ്റഡ് ആയിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉള്ള ആരാന്ന് നോക്കാം. അപ്പോൾ V1 കഴിഞ്ഞു, V2 കഴിഞ്ഞു, V3 കഴിഞ്ഞു. അപ്പോൾ താഴെയുള്ള ഈ 3 അപ്പോൾ അതിലേറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഉള്ള ആൾ V5 ആണ്. സോ നെക്സ്റ്റ് നമ്മൾ V5നെ പ്രോസസ്സ് ചെയ്യും. ഈ V5ൻ്റെ നെയ്ബേഴ്സാണ് V4ഉം V6ഉം. അപ്പോൾ അവിടെ രണ്ടുപേരുടെ എന്ത് ചെയ്യണം, വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യണം. V5ൽ ഇപ്പോൾ ഓൾറെഡി കിടക്കുന്ന ഡിസ്റ്റൻസ് 22 ആണ്. സോ 22 + 10 ആൻഡ് 22 + 36. അപ്പോൾ V4ൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് കിട്ടും, 22 + 10 32 ആവും. V4ൽ ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത് 27 ആണ്. അപ്പോൾ 32നേക്കാളും ചേർത്ത് 27 ആയതുകൊണ്ട് നമ്മളവിടെ അപ്ഡേഷൻ ഒന്നും വരുത്തണില്ല. നമ്മളിപ്പോൾ ഈ ടേബിളിൽ എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. നെക്സ്റ്റ് V6ൻ്റെ കേസിലാണെങ്കിൽ V6ൻ്റെ കേസിൽ ഇതുവരെ കിടന്നത് എന്തായിരുന്നു, ഇൻഫിനിറ്റി ആയിരുന്നു കിടന്നത്. അപ്പോൾ V6നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. 22 + 36 ദാറ്റ് ഈസ് 58 വെച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഇനി V6 നമ്മൾ ഏത് പ്രീവിയസ് നോഡിൽ നിന്നാണ് വന്നത്, V5ൽ നിന്ന്. സോ ദാറ്റ് ഈസ് V5 പ്രീവിയസ് നോഡായിട്ട് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ V5ൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം, വിസിറ്റഡ് ആക്കി മാറ്റാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, V1 to V5 ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ V1 ഉണ്ട്, V3 ഉണ്ട്, V5 ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ V5. ഈ V5ൻ്റെ പ്രീവിയസ് നോഡ് ആരാണ്, V3. അപ്പോൾ V5ൻ്റെ പ്രീവിയസ് നോഡ് V3. അപ്പോൾ ഇവിടെ ഈ ഒരു എഡ്ജ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി V3യുടെ പ്രീവിയസ് നോഡ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, V1 ആണ്. സോ ഇവിടെ നിന്ന് പ്രീവിയസ് നോഡ് V1. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 15 + 7, അതായത് നമുക്ക് ടേബിളിൽ കിട്ടും വാല്യൂ. സോ ദിസ് 22 വിൽ ബി ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം V1 to V5. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ മോഡിഫൈ ചെയ്ത് V1 to V6 ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പണ്ടെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ടേബിളിൽ നോക്കുമ്പോൾ എന്തായിരിക്കും, V5നെ പ്രോസസ്സിങ് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് V7ഉം V6ഉം മാത്രമാണ്. അപ്പോൾ അതിൽ മിനിമം വെയിറ്റ് ഉള്ള ആരാണ്, അല്ല മിനിമം ഡിസ്റ്റൻസ് ഉള്ളത് 27 ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ V4നെ പ്രോസസ്സ് ചെയ്യുന്നു. V4നെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, വെയിറ്റും കൂടി അപ്ഡേറ്റ് ചെയ്യണം. V4ൽ ഇപ്പോൾ കിടക്കുന്നത് 27 ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. സോ 27 ഇവിടെ വരെയുള്ള 27 ആണ്, 27 + 28. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 55 ആണ് കിട്ടുക. സോ അത് വെച്ച് നമ്മൾ V6ൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. നേരത്തെ V6ൽ കിടന്നത് 58 ആയിരുന്നു. 58നേക്കാളും ചെറുതാണ് നമുക്കിപ്പോൾ കിട്ടിയ 55, അതുകൊണ്ട് നമ്മളതിനെ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് അപ്പോൾ മുന്നേ V6ൽ ഉണ്ടായിരുന്ന വാല്യൂ നമുക്കറിയാം 58 ആണ്. പക്ഷേ പ്രീവിയസ് നോഡ് ഏതായിരുന്നു, V5 ആയിരുന്നു. അതായത് V5ൽ നിന്നായിരുന്നു V6ലേക്ക് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ആയിരുന്നു 58 എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളതിനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറി, 55 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് നോഡ് എന്തായിട്ട് മാറി, ഇപ്പോൾ V5ൽ നിന്നല്ല V6ൻ്റെ പ്രീവിയസ് നോഡ് ഇപ്പോൾ കറൻറ്റ്ലി V4 ആണ്. അപ്പോൾ V4 വെച്ച് കൂടി നമ്മൾ ആ പ്രീവിയസ് നോഡിനെ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ V4നെ പ്രോസസ്സ് ചെയ്തു, അല്ലെങ്കിൽ വിസിറ്റഡ് ആക്കി മാറ്റി. ദാറ്റ് ഈസ് വിസിറ്റഡ് ലിസ്റ്റിലേക്ക് മാറി. നെക്സ്റ്റ് ആ അൺവിസിറ്റഡ് ആയിട്ട് ഏത് മാത്രമേ ഉള്ളൂ, V6 മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, V6നെ വിസിറ്റഡ് ആക്കാം. ഇനി V1 to V6 നമുക്ക് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് നോക്കുക, ഇവിടെ V6 സ്റ്റാർട്ട് ചെയ്യുക. V6ൻ്റെ പ്രീവിയസ് നോഡ് ഏതാണ്, V4. സോ V6 to V4. ഇനി V4ൻ്റെ പ്രീവിയസ് നോഡ് ഏതാണ്, V4 to V2. സോ V4ൻ്റെ പ്രീവിയസ് നോഡ് V2. ഈ നെക്സ്റ്റ് V2ൻ്റെ പ്രീവിയസ് നോഡ് ഏതാണ്, V1. സോ V2ൻ്റെ പ്രീവിയസ് നോഡ് V1. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്തായിരിക്കും ഫ്രം V1 to V6 എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദ ടേബിൾ, ദാറ്റ് ഈസ് 55. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ശരിക്കും V1 to V6ൽ ഷോർട്ടസ്റ്റ് പാത്തായിട്ട് വരുന്നത്. അപ്പോൾ ദിസ് ഈസ് ഹൗ വി ക്യാൻ യൂസ് ഡിക്സ്ട്രാസ് അൽഗോരിതം ടു ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം വൺ വെർട്ടെക്സ് ടു അനദർ വെർട്ടെക്സ്. അപ്പോൾ ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ടേബിളിൽ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ നോഡ് പ്രോസസ്സ് ചെയ്യുമ്പോൾ എങ്ങനെ ഡിസ്റ്റൻസ് വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ബാക്കി നമുക്ക് ഡയറക്റ്റ്ലി എളുപ്പം ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം.